എപ്പോഴും ചിരിച്ചിട്ട് അങ്ങനെയുള്ളൊരു പോസിറ്റീവായിരിക്കുന്ന ആള് സിനിമയിൽ വന്നപ്പോ നെഗറ്റീവായി. എങ്ങനെ ഉണ്ടായിരുന്നു ആ റോള്? ഒരു നന്നായിട്ട് ചെയ്യാൻ കഴിഞ്ഞെന്നാണ് എന്റെ വിശ്വാസം. നമ്മളെല്ലാം ദൈവത്തിന്റെ കരങ്ങളിലൂടെ പ്രവർത്തിക്കുന്നവരല്ലേ. അതാണ് തീർച്ചയായിട്ടും അതും ചെയ്യാൻ ദൈവം നന്നായിട്ട് അനുവദിച്ചു എന്നാണ്. അപ്പൊ കോബ്ര സുരേഷ് പിന്നെ അറുമുഖനും ഒക്കെ എൻ്റെ അസിസ്റ്റൻസ് ആണ്. അപ്പൊ എൻ്റെ പ്രതാപകാലത്ത് അവരെയൊക്കെ ഞാൻ വളർത്തിക്കൊണ്ട് വന്നവരാണ്. അപ്പൊ ഞാൻ പറയുന്നത് ഇപ്പോഴും അവരനുസരിക്കും. ഞാനൊരു ഈ ലഹരിക്കെതിരെ എപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. അതായത് കേരളത്തിൽ ആദ്യമായിട്ട് ഒരു ഷാപ്പ് കൂട്ടിച്ചത് മട്ടാഞ്ചേരി കൂവപ്പാടത്ത് മന്മഥൻ സാറിനോടും NS പണിക്കർ സാറിനോടും കുമാരപിള്ള സാറിനോടും ഒപ്പം ഷാപ്പ് കൂട്ടിക്കാൻ ഞാനും അന്ന് പങ്കാളിയായ ഒരുത്തനാണ്. അപ്പൊ ലഹരിക്കെതിരെ അന്ന് ഞാൻ പോരാടുന്ന ഒരാളാണ്. ഇപ്പത്തെ ഒരു കാലത്ത് ചാരിറ്റീസ് എന്ന് പറഞ്ഞ പല തട്ടിപ്പുകളും നടക്കുന്ന ഒരു സംഭവമാണ്. അല്ലെങ്കിൽ ചാരിറ്റിയുടെ പേര് പറഞ്ഞിട്ട് പിറകെ പല തട്ടിപ്പ് നടക്കുന്നു പറയാറുണ്ട്. ഇന്ന് ഈ ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്ന ബിസിനസ് ആയിട്ട് കാണുന്ന ഒരു മറ്റു ആളുണ്ട്. തീർച്ചയായിട്ടും ആ കള്ളനാണയങ്ങളെ കണ്ടെത്തി പുറത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടി ഞങ്ങളൊരു സംഘടന രൂപീകരിച്ച് ഒരു സംഘടനയായി പ്രവർത്തിക്കുന്നുണ്ട്. ഹലോ എവരിവൺ, വെൽക്കം ടു മാപ്സ്ടെക് മീഡിയ. ഇന്ന് നമ്മുടെ ഇപ്പോൾ ഉള്ളത് കാലം പറഞ്ഞ കഥ എന്ന സിനിമയിലൂടെ ഒരു കഥാപാത്രമായി എത്തുന്ന അബാം മോഹൻ അല്ലെ. വെൽക്കം ചേട്ടാ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെ, എല്ലാം നന്നായിട്ട് പോകുന്നു. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടെല്ലാം ഭംഗിയായി തീരുമെന്ന് ആശിക്കുന്നു. അപ്പൊ കാലം പറഞ്ഞ കഥ എന്ന് പറഞ്ഞ സിനിമയില് എങ്ങനെയാണ് വരുന്നത്? എന്ത് കഥാപാത്രത്തിലാണ് വരുന്നത്? കാലം പറഞ്ഞ കഥയിൽ ഞാനൊരു ഫിലാന്തറോപ്പിസ്റ്റ് ആണ്. ഓക്കെ. അപ്പം ഒരു ജീവകാരുണ്യ പ്രവർത്തനായിട്ടുള്ള ഞാൻ ഇതിനകത്തൊരു വില്ലനായിട്ടാണ് വടിവാൾ സുകുമാരൻ എന്ന കഥാപാത്രത്തെയാണ് ഞാൻ അവതരിപ്പിച്ചത്. നല്ല വെയിറ്റുള്ള വടിവാൾ സുകുമാരൻ. അപ്പൊ ഈ നായകനെ എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലാണ് എന്റെ കഥാപാത്രത്തെ. മെയിൻ വില്ലൻ ആയിട്ടാണ്. ഇപ്പൊ ലൈഫിലൊരു ഫിലാന്ത്രോപ്പിസ്റ്റ് എന്ന് പറഞ്ഞു. ഇപ്പൊ കാണുമ്പോ തന്നെ അറിയാം, ഒരു ഭാവമായിട്ടിരിക്കുന്ന ഒരാളാണ്. എപ്പോഴും ചിരിച്ചിട്ട് അങ്ങനെയുള്ളൊരു പോസിറ്റീവായിരിക്കുന്ന ആള് സിനിമയിൽ വന്നപ്പോ നെഗറ്റീവായി. എങ്ങനെ ഉണ്ടായിരുന്നു ആ റോള്? ഒരു നന്നായിട്ട് ചെയ്യാൻ കഴിഞ്ഞെന്നാണ് എന്റെ വിശ്വാസം. നമ്മളെല്ലാം ദൈവത്തിന്റെ കരങ്ങളിലൂടെ പ്രവർത്തിക്കുന്നവരല്ലേ. അതാണ് തീർച്ചയായിട്ടും അതും ചെയ്യാൻ ദൈവം നന്നായിട്ട് അനുവദിച്ചു എന്നാണ്. ഈ അജാസിനോടൊപ്പം, സാന്ദ്രയോടൊപ്പം, പിന്നെ കേരളത്തിലെ പ്രമുഖ ജയൻ ചേർത്തല, അരിസ്റ്റോ സുരേഷ്, പിന്നെ ശിവജി ഗുരുവായൂർ, പിന്നെ കൊല്ലം തുളസി, നിഷാ സാരംഗി, ഈ രശ്മിയനിൽ തുടങ്ങിയ ഇവരോടൊപ്പം ഒക്കെ അഭിനയിക്കുക എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം തന്നെ. മിക്കവാറും എല്ലാവരുമായിട്ട് ഞാൻ കോമ്പിനേഷൻ ചെയ്യാനുള്ള അവസരം കിട്ടി. ഇപ്പൊ നേരത്തെ നമ്മൾ അറുമുഖനായിട്ട് സംസാരിച്ചപ്പോ പറഞ്ഞു ഒരു ആശാൻ കോബ്ര രാജേഷും അങ്ങനെ ആശാൻ ശിഷ്യം ബന്ധങ്ങൾ ഉണ്ടായിരുന്നൊക്കെ. അപ്പൊ അവരൊക്കെ ഇപ്പോൾ ഒരു കോംബോ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിട്ട്. കാരണം നമ്മള് അവിടെ ഒരു കഥാപാത്രമായിട്ട് ജീവിക്കുക ചെയ്തത്. അപ്പൊ കോബ്ര സുരേഷ് പിന്നെ അറുമുഖനും ഒക്കെ എൻ്റെ അസിസ്റ്റൻസ് ആണ്. അപ്പൊ എൻ്റെ പ്രതാപകാലത്ത് അവരെയൊക്കെ ഞാൻ വളർത്തിക്കൊണ്ട് വന്നവരാണ്. അപ്പൊ ഞാൻ പറയുന്നത് ഇപ്പോഴും അവരനുസരിക്കും. അങ്ങനെ ഒരു ക്യാരക്ടർ. ഇപ്പൊ റിയൽ ലൈഫിൽ നമ്മൾ എന്തെങ്കിലും ഈ ക്യാരക്ടറിലോട്ട് വന്നപ്പോ എടുക്കാൻ പറ്റിയോ? റിയൽ ലൈഫിന് സോന്റെ റിയൽ ലൈഫും ക്യാരക്ടറും തമ്മിൽ എന്തെങ്കിലും കമ്പാരിസണോ അല്ലെങ്കിൽ എന്തെങ്കിലും സിമിലാരിറ്റി ഉണ്ടായിരുന്നോ? അല്ല, അങ്ങനെയില്ല. പക്ഷെ ഞാൻ ഇതുമായിട്ട് സഹകരിപ്പിച്ചത്, ഞാനൊരു ഈ ലഹരിക്കെതിരെ എപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. അതായത് കേരളത്തിൽ ആദ്യമായിട്ട് ഒരു ഷാപ്പ് കൂട്ടിച്ചത് മട്ടാഞ്ചേരി കൂവപ്പാടത്ത് മന്മഥൻ സാറിനോടും NS പണിക്കർ സാറിനോടും കുമാരപിള്ള സാറിനോടും ഒപ്പം ഷാപ്പ് കൂട്ടിക്കാൻ ഞാനും അന്ന് പങ്കാളിയായ ഒരുത്തനാണ്. അപ്പൊ ലഹരിക്കെതിരെ അന്ന് ഞാൻ പോരാടുന്ന ഒരാളാണ്. ഈ സിനിമയും ലഹരിക്കെതിരെയുള്ള ഒരു സിനിമ ആയതുകൊണ്ട്, ഒരു ബോധവൽക്കരണ സിനിമ ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിൽ സഹകരിച്ചത് എനിക്ക് സന്തോഷമേ ഉള്ളു.
ഇപ്പൊ നമ്മൾ ഈ കഥ കാലം പറഞ്ഞ കഥ എന്ന് പറഞ്ഞ സിനിമ ഇപ്പൊ വെഞ്ഞാറമ്മൂട് കേസായിട്ട് റിലേറ്റഡ് ആണെന്ന് പറഞ്ഞു, അതിലൊരു ഭാഗം എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു, ഇപ്പൊ പറഞ്ഞ ഡ്രഗ്സ് ഒക്കെ. നമ്മുടെ ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ എത്രത്തോളം നമ്മുടെ ഈ സിനിമ റെലവെന്റ് ആയിട്ട് തോന്നുന്നു? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ സിനിമ നമ്മൾ കുടുംബസമേതം പോയിരുന്ന് കാണണം. കാരണം ഇതൊരു കുടുംബ പശ്ചാത്തലത്തിലുള്ള സിനിമയാണ്. എങ്ങനെ നമ്മൾ തെറ്റിലേക്ക് പോകുന്നു, എങ്ങനെ നമുക്ക് തെറ്റിൽ നിന്ന് പിന്തിരിയ എന്നൊക്കെ കാട്ടിക്കൊടുക്കുന്ന ഒരു സിനിമയാണ്. ആ അജാസ് അവതരിപ്പിക്കുന്ന കഥാപാത്രം അവിടെ എത്തിച്ചേരുന്നത് ഏത് സാഹചര്യത്തിലാണെന്ന് നമുക്കിതിലൂടെ ബോധ്യപ്പെടും. ആ സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകാതിരിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും, നമ്മുടെ കുടുംബം രക്ഷപ്പെടും. ഇപ്പൊ സാറാണെങ്കിലും ഒരുപാട് കാലത്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. അപ്പൊ ഈ ജനറേഷൻ വൈസും ആണെങ്കിലും പല ടൈപ്പ് ജനറേഷനും പല ടൈപ്പ് ചേഞ്ചസും കണ്ട ഒരാളാണ്. എന്താണ് ആ ഒരു ചേഞ്ചസിൽ വന്ന മെയിൻ ഘടകം എന്തായിട്ടാ തോന്നുന്നത്? മെയിനായിട്ട് കണ്ട ഘടകം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മളെ അന്ന് എല്ലാവരും ദാരിദ്ര്യം അനുഭവിച്ച് വളർന്ന ഒരു തലമുറയായിരുന്നു ഈ കഴിഞ്ഞ തലമുറ. പക്ഷെ ഇന്ന് ആ ഒരു സാഹചര്യം നമ്മുടെ കുട്ടികൾക്കുണ്ടാകരുതെന്ന് കരുതി എല്ലാ സുഖങ്ങളും കൊടുത്താണ് മക്കൾ വളർത്തുന്നത്. അതിൻ്റെ ദോഷമുണ്ട് താനും. അവര് യാതൊരു കാരണവശാലും ഒരു പ്രതിസന്ധി അഭിമുഖീകരിക്കാൻ തയ്യാറാകുന്നില്ല. ആ പ്രതിസന്ധി എങ്ങനെ തരണം ചെയ്യണം എന്ന് അവർക്ക് അറിയില്ല. അത് നമ്മൾ പഠിപ്പിക്കുന്നില്ല. നമ്മൾ മക്കളെ വളർത്തുന്നത് അല്ലലറിഞ്ഞ് വേണം മക്കളെ വളർത്താൻ. അല്ലലറിയാതെ വളരുന്ന മക്കൾ വഴിതെറ്റിപ്പോകാൻ കൂടുതൽ സാധ്യതയുണ്ട്. പാരന്റിങ് ആണ് ഒരു മെയിൻ ഇഷ്യൂ എന്ന് തോന്നിയിട്ടുണ്ടോ? പാരന്റിങ് തന്നെയാണ്. മക്കളെ നമ്മള് അല്ലലറിഞ്ഞ് തന്നെ വളർത്തണം. ഒരു കഴിഞ്ഞ തലമുറയിൽ അങ്ങനെ അല്ലലറിഞ്ഞ് തന്നെയായിരുന്നു വളർന്നു വന്നിരുന്നത്. പക്ഷെ ഈ സിനിമ ഒരു കുടുംബ സിനിമയാണ്. ഇതിനകത്ത് പാട്ടുകളുണ്ട്. വയലാർ ശരത്ചന്ദ്രവർമ്മ, രാജീവ് ആലുങ്കൽ ഒക്കെ എഴുതിയ നല്ല നല്ല പാട്ടുകളുണ്ട്. 6ഓളം പാട്ടുകളുണ്ട്. അതിനകത്ത് അരിസ്റ്റോ സുരേഷ് ഒരു നല്ല പാട്ട് പാടിയിട്ടുണ്ട്. അത് ഗംഭീരമാകുമെന്നാണ് അഭിപ്രായം. അതിനകത്തും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സാറ് ഫിലൻട്രോപ്പിസ്റ്റ് എന്ന് പറഞ്ഞിട്ടല്ലോ. ചാരിറ്റി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു കാലത്ത് ചാരിറ്റീസ് എന്ന് പറഞ്ഞാൽ പല തട്ടിപ്പുകളും നടക്കുന്ന ഒരു സംഭവമാണ്. അല്ലെങ്കിൽ ചാരിറ്റിയുടെ പേര് പറഞ്ഞിട്ട് പിറകെ പല തട്ടിപ്പ് നടക്കും പറയാറുണ്ട്. അപ്പൊ ഫിലൻട്രോപ്പിസ്റ്റ് ആയ ഒരാളെന്ന നിലയിൽ എന്താ പറയാനുള്ളത്? തീർച്ചയായിട്ടും ഇന്ന് ഈ ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്ന ബിസിനസ് ആയിട്ട് കാണുന്ന ഒരു മറ്റൊരാളുണ്ട്. തീർച്ചയായിട്ടും ആ കള്ളനാണയങ്ങളെ കണ്ടെത്തി പുറത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടി ഞങ്ങളൊരു സംഘടന രൂപീകരിച്ച് ഒരു സംഘടനയായി പ്രവർത്തിക്കുന്നുണ്ട്. അതെനിക്ക് വളരെ അഭിമാനമാണ്. അക്കോക്ക് എന്നാണ് സംഘടനയുടെ പേര്. അതിന്റെ സംസ്ഥാന രക്ഷാധികാരിയായിട്ട് പ്രവർത്തിക്കാൻ എനിക്കാകുന്നതിൽ വളരെ സന്തോഷം. ഒത്തിരി 7ഓളം ഭക്ഷണാലമാരകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിലൂടെ 10,000-ഓളം പേർക്ക് ഡെയിലി ഉച്ചയ്ക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മളുടെ ഈ സിനിമയുടെ പ്രൊഡ്യൂസർ കരുനാഗപ്പള്ളി കൃഷ്ണൻകുട്ടി സാർ, അതിൻ്റെ കഥാകൃത്ത്, അദ്ദേഹം ഒരു ജീവകാരുണ്യ പ്രവർത്തകനാണ്. അദ്ദേഹം എല്ലാ മാസവും ഒരു 100-100ഓളം പേർക്ക് ഭക്ഷ്യ കിറ്റുകൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഒത്തിരി പേരെ ഈ മേഖലയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. ഒത്തിരി പേരെ കഥാകൃത്തുക്കളാകുന്നുണ്ട്, കവികളാക്കുന്നുണ്ട്. കാരണം അദ്ദേഹം കാരണം എ ജീനിയസ് ഈസ് 1% ഇൻസ്പിറേഷൻ ആൻഡ് 99% പെർസ്പിറേഷൻ എന്നാണ് തോമസ് ആൽവ എഡിസൺ പറഞ്ഞേക്കുന്നത്. അത് നമ്മളിൽ എല്ലാവരിലും ആ ഒരു 1% ഉണ്ട്. പിന്നെ നമ്മൾ നമ്മുടെ കഴിവുകളെ കണ്ടെത്തി പരിപോഷിപ്പിക്കുമ്പോഴാണ് നമ്മളതായി തീരുന്നത്. അപ്പോ ഒരു ഫിലാന്ത്രോപ്പിസ്റ്റ് എന്ന് പറഞ്ഞു, ഇപ്പൊ ഒരു നടനായിട്ട് വരുന്നു, ഇതിനൊക്കെ ഉപരി ഒരു ഫോട്ടോഗ്രാഫറും കൂടിയാണ്. അപ്പൊ ഈ മൾട്ടിപ്പിൾ ആയിട്ട് എങ്ങനെ ഒരു പ്രൊഫഷണൽസ് ഹാൻഡിൽ ചെയ്യുന്നത്? കുട്ടി, നമ്മളിതെല്ലാം ഒരു മനുഷ്യൻ ജന്മം കൊണ്ടു കഴിയുമ്പോൾ അവൻ്റെ എല്ലാം അവനിൽ തന്നെ ഉണ്ട്. ഇതിലാണ് അവൻ്റെ പ്രാഗൽഭ്യം എന്ന് കണ്ടെത്തി അവൻ അതിലൂടെ പോകുമ്പോഴാണ് അവൻ അതായി. ഇപ്പൊ നമ്മളുടെ PT ഉഷ പയ്യോളി കടപ്പുറത്തോട് ഓടി ഓടി ഒഴുക്കിയ വിയർപ്പിലൂടെയാണ് ലോസ് ആഞ്ചലസിൽ പോയി തലനാരിഴയ്ക്ക് നഷ്ടപ്പെടുക. എല്ലാം നമ്മളിലുണ്ട്. അപ്പം നമ്മൾ അതായിത്തീരണം. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രൊഫഷണൽ ഇപ്പൊ മൂന്ന് എന്താ പറയാ ടൈപ്പ് അല്ലെങ്കിൽ 3 ഇതില് വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വർക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എന്നാലും അതില് ഇൻവോൾവ് ആണ്. അപ്പൊ ഏറ്റവും
ഇഷ്ടപ്പെട്ടത് ഏതാണ്? നമ്മളെ ഇഷ്ടപ്പെട്ട ഏതാണെന്ന് ചോദിച്ചാലേ, നമ്മളൊരു ദൈവത്തിന്റെ മുമ്പിൽ നമ്മളൊരു ടൂള് മാത്രമാണ്. ഇത് നമ്മള് ഈ ഈ കൂടിക്കാഴ്ച പോലും ദൈവം ഒരുക്കിയ ഒരു കൂടിക്കാഴ്ചയാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ എന്തായിത്തീരുന്നോ അതായിത്തീരുക. എന്റെ പക്ഷം അതാണ്. അത് നമ്മളെ ഒരു ടൂൾ ആക്കിക്കൊണ്ട് ദൈവം അത് വേണ്ടതെല്ലാം ചെയ്തോളൂ. അതായത് എൻ്റെ ഒരു വിശ്വാസം ഞാൻ പറയാണ്, നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മൾ ഭൂമിയിൽ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ആയിത്തീരണമെന്ന് തീരുമാനിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എന്തുവാവാം, നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടേതുപോലെ. ഫസ്റ്റ് മൂവിയാണോ ഇത്? അല്ല മോളെ, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് എഴുതാപ്പുറങ്ങൾ എന്ന് പറയുന്നൊരു ചിത്രത്തിനകത്ത് പാർവതി, സുഹാസിനി, അംബിക, മുരളി, അവരോട് നെടുമുടി വേണം, അവരോടൊക്കെ ഞാൻ ഒരു ചെറിയ വേഷം ചെയ്തു. പിന്നെ അതിലെന്തായിട്ടായിരുന്നു? അതില് ഈ അവിടെ ഈ അതായത് ശാന്തിഗ്രാമത്തിലെ അമ്മ സുഹാസിനി ഒരു കഥ എഴുതി. അപ്പൊ അവർക്ക് അവാർഡ് കിട്ടി. അവാർഡ് എടുത്തുകൊണ്ട് കൊടുക്കുന്നതിന് വേണ്ടി എല്ലാവർക്കും അവാർഡ് എടുത്തുകൊണ്ട് കൊടുക്കുന്നത് ഞാനായിരുന്നു. ചെറിയൊരു വേഷം ചെയ്ത്. പിന്നെ പാർവതി ജയറാമിന്റെ വിവാഹം പകർത്തിയത് ഞാനാണ്. ഗുരുവായൂരിൽ പോയി. അത് കഴിഞ്ഞ് എറണാകുളം ടൗൺ ഹാളിൽ വെച്ചായിരുന്നു. അതിലും പങ്കെടുക്കാൻ കഴിഞ്ഞു. ഇതൊക്കെ ഒരു നിയോഗമാണ് മോളെ. നമ്മൾ എവിടെയൊക്കെ എത്തപ്പെടണം, എന്തൊക്കെ ആയിത്തീരണമെന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. ആ ഒരു നിയോഗത്തിന്റെ ഫലമായിട്ടാണ് ഈ സിനിമയിലും ഞാൻ ആ മിന്നായോ എന്ന് പറയുന്നൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. അത് ഈ കുട്ടികളുടെ മുങ്ങിമരണങ്ങളില്ലേ, ആ മുങ്ങിമരണങ്ങൾ എങ്ങനെ അത് സംഭവിക്കുന്നെന്ന് കുട്ടികളെ ബോധ്യപ്പെടുന്നതിന് വേണ്ടി ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ സിനിമ 6th ഫെബ്രുവരി റിലീസിന് റെഡി ആയിട്ട് ഇരിക്കുകയാണ്. എന്താ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് എല്ലാ നായകന്മാരും ഒക്കെ പറയുന്നത് പോലെ മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണം. കാണണമെന്ന് വെച്ചാൽ അത് കുടുംബസമേതം പോയി കാണണം. ഇതൊരു കുടുംബ സിനിമയാണ്. തീർച്ചയായിട്ടും അങ്ങ് പോയി കാണണം. അത് മാത്രമേ എനിക്ക് പറയാനുള്ളത്. ഇതെല്ലാവരും പറയുന്നതാണ്. പക്ഷെ ഞാൻ പറയുന്ന അത്തരത്തിലല്ല. ഞാൻ ഈ അവസ്ഥയിലായി പോയ ഒരാളെന്നുള്ള നിലയിൽ ഞാൻ പറയുമ്പോൾ അതിനെ കുറച്ചുകൂടി ഇതുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെന്ത് പറ്റി എങ്ങനെ? അതായത് ഇതിനകത്തെ കഥാപാത്രം ഞാൻ ഈ ഇതിലൂടെ ഈ അവസ്ഥയിൽ എത്തിച്ചേർന്നതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ശരിക്കും അങ്ങനെ അല്ല സംഭവിച്ചത്. അപ്പൊ ഈ അവസ്ഥയിൽ ഇരുന്നുകൊണ്ട് 23 വർഷമായി ഞാൻ ഈ അപകടത്തിൽപ്പെട്ടത്. എൻ്റെ സ്പൈനൽ കോഡ് ഇഞ്ചേർഡ് ആയതാണ്. ഞാൻ ഇപ്പോഴും ജീവിക്കുന്നു. അത് മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് എന്ന് ഗാന്ധിജി പറഞ്ഞതുപോലെ എൻ്റെ ഈ ജീവിതത്തിലൂടെ കുട്ടികൾക്കൊരു ഇത് വരട്ടെ എന്ന് പറയുന്നത്. ഇപ്പൊ 23 വർഷമായിട്ട് ചിലവരൊക്കെ തളർന്നു പോവാം എന്നുള്ളതിൽ വരുന്നു. മെന്റലി ഒബ്വിയസ്ലി ഡിപ്രസ്ഡ് ആവുന്നുള്ളതിൽ സാർ ഇത്രയും പോസിറ്റീവായിട്ട് നിൽക്കുന്ന വലിയ കാര്യമാണ്. അതിന് ഞാൻ നന്ദി പറയാൻ ദൈവത്തോടാണ്. കാരണം എന്നെ അങ്ങനെ നിർത്തുന്നുണ്ടല്ലോ. ഞാനിപ്പം വിചാരിക്കുന്നത് ഇപ്പൊ ഇന്ന് ഇവിടെ എത്തണമെന്ന് സാറ് പറഞ്ഞപ്പോ എനിക്കിവിടെ എത്താൻ കഴിഞ്ഞില്ലേ, അതൊരു അനുഗ്രഹമല്ലേ? അതെ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ സിനിമ വൻ വിജയകരമായിട്ടെന്ന് ആശംസിക്കുന്നു. സാറും കൂടുതൽ അവസരങ്ങൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. സന്തോഷം, ഒത്തിരി സന്തോഷം.